അതിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 2019 ഇദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്നു എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതമാണ്. കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊന്നും അത് വരാൻ സാധ്യതയില്ലാത്തതാണ്. കാരണം സാധാരണ ഒരു മനുഷ്യർക്കൊക്കെയാണ് അത് വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്നു. ഇദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ചു. അപ്പോൾ ചില മന്ത്രിമാർ മെഡിക്കൽ കോളേജിൽ പോകും, ചിലർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ ഇദ്ദേഹം മെഡിക്കൽ കോളേജിലാണ് പോയത്. ഇദ്ദേഹത്തിന് വലിയ വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി ഇദ്ദേഹം ബോധരഹിതനായിരുന്നു. ആ ബോധരഹിതനായപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് അവിടെ വലിയ തോതിൽ ജീവൻ അപകടത്തിലാകുന്നൊരവസ്ഥയുണ്ടായി. അവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തോട് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഡോക്ടർമാർ തന്നെ നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. ഡോക്ടർമാർ തീർച്ചയായിട്ടും നിർദ്ദേശിക്കും എന്നാണ് എനിക്ക് സജി ചെറിയാനോട് പറയാനുള്ളത്. കാരണം ഒരു മന്ത്രിയോട് തന്നെ നിങ്ങൾക്ക് ചികിത്സിക്കാനുള്ള കത്രിക മുതൽ മൂക്കിൽ ഇനി മരിച്ചുപോയാൽ വെക്കാനുള്ള പഞ്ഞി വരെ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരണമെന്നൊക്കെ പറയാനുള്ള മടി കൊണ്ടും അങ്ങനെ ഒരു ഡോക്ടർ അങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ചിട്ടുമാണ് അവർ ഉറപ്പായിട്ടും താങ്കളെ അമൃത ഹോസ്പിറ്റലിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക.